ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. പാർഷ്യൽ ഫ്രാക്ഷൻ ടൈപ്പ് 5 ആണ്. പക്ഷേ ഞാനൊരു ഓർഡർ ഒന്ന് മാറ്റിക്കോട്ടെ, പറഞ്ഞുതരാം എന്തിനാണെന്ന്. എക്സ് ഡിവൈഡഡ് ബൈ താഴെ നോക്കിയേ, എ ഇൻറ്റു ബീനെ നമുക്ക് ബി ഇൻറ്റു എ എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. താഴെ ഞാനൊന്ന് ഓർഡർ മാറ്റിയതാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് 5 ആയിട്ട് കമ്പയർ ചെയ്യാം. ടൈപ്പ് 5 പഠിച്ച ഒരാൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ടൈപ്പ് 5 പ്രകാരം ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാം. ഡിനോമിനേറ്ററിൽ ആദ്യത്തെ ഫാക്ടർ എക്സിൻ്റെ ടേമിലും, ആ ഓർഡർ കീപ്പ് ചെയ്യ്. ഡിനോമിനേറ്ററിൽ ആദ്യത്തെ ഫാക്ടർ എക്സിൻ്റെ ടേമിലും സെക്കൻഡ് ഫാക്ടർ എക്സ് സ്ക്വയറിൻ്റെ ടേമിലാണ് വന്നിരിക്കുന്നത്. അതിൽ ആ എക്സ് സ്ക്വയർ പ്ലസ് 1 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ നമ്മളത് ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ ആദ്യത്തെ ഫാക്ടർ എക്സും എക്സിൻ്റെ ടേമിലും രണ്ടാമത്തെ ഫാക്ടർ എക്സ് സ്ക്വയറിൻ്റെ ടേമിലും വന്നു. അപ്പോൾ എങ്ങനെയാണ് ടൈപ്പ് 5 പറയുന്നത്? രണ്ട് ഫ്രാക്ഷൻസ് വരും. ഒന്ന് എക്സ് മൈനസ് 1ൻ്റെ ടേം, വേറൊന്ന് സെക്കൻഡ് ഫാക്ടറിൻ്റെ ഫ്രാക്ഷൻ. ഫസ്റ്റ് ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ പ്ലസ് സെക്കൻഡ് ഫാക്ടർ ഡിനോമിനേറ്റർ. എക്സിൻ്റെ ടേമിൽ വരുന്ന ആളുടെ ന്യൂമറേറ്റർ എയും എക്സ് സ്ക്വയറിൻ്റെ ടേമിൽ വരുന്ന ആളുടെ ന്യൂമറേറ്റർ ബി എക്സ് പ്ലസ് സി ആണ്. വെറും ബി എന്ന് എഴുതരുത്. ഓക്കെ, എ ബി സി ഈ മൂന്ന് പേരെയും വാല്യൂസ് കണ്ടാൽ മാത്രമേ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡ് ആഡ് ചെയ്യാൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 അത് ആദ്യം എഴുതാം. എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് 1. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്. ബി എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് 1. ഇതാണ് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ന്യൂമറേറ്റർ. ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ എക്സ് ആണ്. ഇക്വേറ്റ് ചെയ്യുക. എ ബി സി ഈ മൂന്നെണ്ണത്തിൻ്റെ വാല്യൂ കാണണം. 0 ആക്കാൻ പറ്റിയ ടേം വല്ലതുണ്ടോ? എക്സ് സ്ക്വയർ പ്ലസ് 1 0 ആവില്ല. എക്സ് സ്ക്വയർ പ്ലസ് 1 0 ആവണമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 ആവണം, അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 1 0 ആവണമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 ആവണം. സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. എക്സ് സ്ക്വയർ മൈനസ് 1 ആവില്ല. അതുകൊണ്ട് ഇത് നോക്കുന്നില്ല. ഇവിടെ ഒരു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അതിനെ 0 ആക്കാൻ പറ്റും. എക്സിന് 1 കൊടുത്താൽ മതി. എക്സിന് 1 രണ്ട് സൈഡിലും കൊടുക്കുക. ഇവിടെ എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 1, എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 1 2 ആണ്. ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 0 ആയി പോവും. റൈറ്റ് സൈഡിൽ എക്സിന് 1 കൊടുക്കുക. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ ഈക്വൽ ടു 1/2 കിട്ടും. ആകെ 0 ആക്കാൻ പറ്റിയ ടേമാണ് എക്സ് മൈനസ് 1, അത് എഴുതി. ഇനി 0 ആക്കാൻ ടേമില്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ സ്റ്റെപ്പ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുക. 0 ആക്കാൻ ടേമില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുക. എല്ലാ സ്റ്റെപ്പും പറയുന്നില്ല, ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തതല്ലേ. ഓപ്പൺ ചെയ്താൽ എ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ടോ? എ എക്സ് സ്ക്വയർ വരുന്നുണ്ടല്ലേ. അങ്ങനെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എ ആയി. കഴിഞ്ഞിട്ടില്ല. ഇവിടെ ബി എക്സ് ഇൻറ്റു എക്സ് വരുന്നില്ലേ? ബി എക്സ് ഇൻറ്റു എക്സ് ബി എക്സ് സ്ക്വയർ. അങ്ങനെ ബിയും എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എ എക്സ് സ്ക്വയറിൽ നിന്ന് എനെ കിട്ടി, ബി എക്സ് സ്ക്വയറിൽ നിന്ന് ബീനെയും കിട്ടി. റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആണ്. എക്ക് 1/2 കൊടുക്കുക. എ 1/2 എന്ന് കിട്ടിയല്ലോ. 1/2 പ്ലസ് ബി 0 ഓർ ബി ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കിട്ടും.
ബി ഈക്വൽ ടു 1/2. ഇനി നമ്മൾ കോൺസ്റ്റൻ്റ് ടേം ഇക്വേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിന് കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് കോൺസ്റ്റൻ്റ് ടേം ഇക്വേറ്റ് ചെയ്യലാണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയറൊന്നും ഇല്ലാത്ത ടേം. അത് കിട്ടാൻ എളുപ്പമാണ്. ഓപ്പൺ ചെയ്താൽ ഇവിടെ നോക്ക്, ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ എ ഇൻറ്റു 1 വരില്ലേ? എ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ അത് കോൺസ്റ്റൻ്റാണ്. എ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് അല്ല, അതുകൊണ്ട് അത് നോക്കുന്നില്ല. എ ഇൻറ്റു 1 എ ആണ്, കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ കോൺസ്റ്റൻ്റ് വരുന്നത് ഏതാണെന്ന് അറിയാമോ? ഇവിടെ ബി എക്സ് ഇൻറ്റു എക്സ് കോൺസ്റ്റൻ്റ് അല്ല, ബി എക്സ് ഇൻറ്റു -1 കോൺസ്റ്റൻ്റ് അല്ല, സി എക്സ് കോൺസ്റ്റൻ്റ് അല്ല, സി ഇൻറ്റു -1 സി ഇൻറ്റു -1 മൈനസ് സി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ടേം എ മൈനസ് സി ആണ്. റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ടേം ഇല്ല. എക്സ് കോൺസ്റ്റൻ്റ് അല്ലല്ലോ. റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ടേം 0 ആണ്. എക്സ് പ്ലസ് 7 ആയിരുന്നെങ്കിൽ കോൺസ്റ്റൻ്റ് 7 എടുക്കായിരുന്നു. റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻ്റ് 0. അപ്പോൾ ഇതിൽ നിന്ന് അറേഞ്ച് ചെയ്താൽ സി ഈക്വൽ ടു എ, സ്റ്റെപ്പ് എല്ലാം എഴുതണ്ടല്ലോ. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സി ഈക്വൽ ടു എ, എ 1/2 ആയതുകൊണ്ട് സി ഈക്വൽ ടു 1/2. അപ്പോൾ സിയുടെ വാല്യൂയും കിട്ടി. ഇനി നമ്മൾ ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? ഇതിനാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാ? എ ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി എക്സ് പ്ലസ് സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. എ എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ. 1/2 ബൈ എക്സ് മൈനസ് 1 പ്ലസ് അടുത്തതോ ബി എക്സ് പ്ലസ് സി അല്ലേ? ബി എക്സ് പ്ലസ് സി ബൈ ബി എന്ന് പറഞ്ഞാൽ -1/2, സി എന്ന് പറഞ്ഞാൽ 1/2. ഇപ്പോൾ ബി എക്സ് എന്ന് പറയുമ്പോൾ 1/2 എക്സ് പ്ലസ് 1/2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ബ്രാക്കറ്റ് ഇടാം. ഇത് ക്ലിയർ ആയല്ലോ. ബി എക്സ് പ്ലസ് സിയിൽ ബിയുടെയും സിയുടെയും വാല്യൂ ഇട്ട് കൊടുത്തു. -1/2 എക്സ് പ്ലസ് 1/2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. രണ്ട് ഇൻ്റഗ്രലാക്കി എഴുതാം. ആദ്യത്തത് 1/2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡി എക്സ് പ്ലസ് അടുത്തതൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ? എങ്ങനെ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. -1/2 എക്സ് ബൈ ഡിനോമിനേറ്റർ, അതാദ്യം എഴുതാം. -1/2 എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. പിന്നെ ലാസ്റ്റ് 1/2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. 1/2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. സ്പ്ലിറ്റിങ് മറക്കണ്ട. എല്ലാ ടൈപ്പ് 5ലും ഇങ്ങനൊരു സ്റ്റെപ്പ് വരും, സ്പ്ലിറ്റിങ്. അപ്പോൾ സെക്കൻഡ് ടേം എങ്ങനെ രണ്ടെണ്ണാക്കിയെന്ന് അറിയാമല്ലോ. ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ, അതാണിത്, പ്ലസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ, അതാണിത്. ഇത് വേഗം കിട്ടും ആൻസർ. ആദ്യത്തെ ടേമിൽ നിന്ന് ഇൻ്റഗ്രലിൽ നിന്ന് 1/2 പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 1/x-1 വരും. 1/x-1 log x-1 ആണ്. പ്ലസ് ഇവിടെ -1/2 പുറത്തോട്ട് എടുക്കാമല്ലോ, ശരിയല്ലേ? -1/2 പുറത്തോട്ട് എടുക്കാം. -1/2 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് പ്ലസ് ഇവിടെയും 1/2 പുറത്തോട്ട് എടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ 1/2 ഇൻറ്റു ലോഗ് x-1 മൈനസ് 1/2 ഇൻറ്റു ഇത് നോക്കണേ, മിഡിൽ ഇൻ്റഗ്രേഷൻ ടൈപ്പ് 5ൽ എപ്പോഴും ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണം. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണോ ന്യൂമറേറ്റർ? p/q ഫോമിലുള്ള ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ആദ്യം അതാണല്ലോ നോക്കണ്ടേ. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇല്ലെങ്കിൽ അതല്ല ആദ്യം നോക്കേണ്ടത്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണോ ന്യൂമറേറ്റർ? x² + 1ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്.
പക്ഷേ ഇവിടെ ഒരു 2ൻ്റെ ഒരു കുറവുണ്ട്. ഞാനിവിടെ ഒരു 2 എഴുതുമ്പോൾ ആൻസർ മാറാതിരിക്കാൻ ഒരു 1/2 എഴുതണം. അപ്പം ഞാൻ മുകളിലൊരു 2 എക്സ്ട്രാ എഴുതാണ്. 2x/x²+1. ഞാൻ മുകളിലൊരു 2 എഴുതുമ്പോൾ ആൻസർ മാറാതിരിക്കാൻ സെപ്പറേറ്റ് ഒരു 1/2 വേണം. അപ്പോൾ ആ 2ഉം ആ ഇപ്പം എഴുതിയ 2ഉം വെട്ടിപ്പോയിട്ട് x/x²+1 തന്നെ വരുമല്ലോ. അടുത്തത് 1/2 ഇൻറ്റു 1/x² + 1² എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാം. 1/x² + a² ആവുമല്ലോ. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പിൽ 1/2 ഇൻറ്റു log x - 1 മൈനസ് 1/2 ഇൻറ്റു 1/2 1/4. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ ആണല്ലോ. അപ്പോൾ ലോഗ് ഡിനോമിനേറ്റർ എന്നാവും. മറന്നുപോയിട്ടില്ലല്ലോ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ വന്നാൽ ലോഗ് ഡിനോമിനേറ്റർ പ്ലസ് 1/2 ഇൻറ്റു ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ 1/x² + a². എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം, കൺഫ്യൂഷൻ വരണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/x² + a² ഇൻ്റഗ്രൽ 1/a tan ഇൻവേഴ്സ് x/a പ്ലസ് c. ഇങ്ങനൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിനി വേറെ സ്റ്റെപ്പുകളൊന്നും എഴുതുന്നില്ല, ആൻസർ കിട്ടാൻ പോവാണ്. 1/x² + a² ആണ്. 1/a tan ഇൻവേഴ്സ് x/a 1/1 1/a tan ഇൻവേഴ്സ് x/a ആൻസറായി. ഇനി നിങ്ങൾ എഴുതിക്കോളല്ലോ അടുത്ത സ്റ്റെപ്പ്. ഈ 1/1 ഒന്നും നമ്മൾ ഇനി എഴുതേണ്ട ആവശ്യമില്ല. x/1 x എന്ന് എഴുതിക്കോ. എന്തായാലും ആൻസർ ആയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ.